സർ. ആ മരിയും അമ്മു എന്റെ ഫ്രണ്ട്സാണ് സർ. അച്ഛനാ? അച്ഛൻ ഇവിടെ ഉണ്ട്. കൊടുക്ക സാർ, ഇപ്പൊ കൊടുക്ക. പോലീസ് എന്തിന്? ഞാൻ പോയി ഇവിടെ ഇല്ലെന്നോ? ഇല്ല, എന്ത് കാര്യം? എന്ത് ഫോണില? ഹലോ ഹലോ. ഹലോ, പിങ്കി എന്ന കുട്ടിയുടെ അച്ഛനാണോ? അതെ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് രവീന്ദ്രൻ. ഓക്കെ, ഇത് കിളിമാനൂർ സ്റ്റേഷനിൽ നിന്ന് എസ്ഐ ആണ് സംസാരിക്കുന്നത്. പറയണം സാർ. അതായത് ഇന്ന് ചെക്കിങ്ങിനിടയിൽ സംശയം തോന്നിയ ഒരു വണ്ടി കസ്റ്റഡിയിലെടുത്തു. അതിൽ 4 കോളേജ് കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് പെൺകുട്ടികളും. അവരുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ കോമൺ ആയി കണ്ട കോൺടാക്ട് പിങ്കിയുടെ പേരും ഉണ്ടായിരുന്നു. സാർ, എന്താണ് പ്രശ്നം? എന്താണ് സാർ? ഇല്ല, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. പക്ഷെ വണ്ടിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയായിരുന്നു. പിങ്കി എന്ന കുട്ടി ഇവരോടൊപ്പം വരായിരുന്നാണ് എന്നാണ് ചോദ്യം ചെയ്തതിൽ മനസ്സിലായത്. സാറ്, ഒരു 3-4 കുട്ടികൾ ചേർന്നിട്ട് ഒരു കുട്ടിയുടെ സിസ്റ്ററുടെ കല്യാണത്തിന് പാലക്കാട് പോകണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോണ്ടെന്ന് പറഞ്ഞ് പിങ്കിയെ വിട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതായിരിക്കും സാർ. എന്തായാലും നിങ്ങൾ കുട്ടിയെ വിടാതിരുന്നത് നന്നായി. നമ്മളിപ്പോ ഒരു അവയർനെസ് എന്ന നിലയ്ക്കും കൂടിയാണ് നിങ്ങളെ വിളിച്ചത്. സാർ, ഞങ്ങള് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഏകദേശം 3-4 ലക്ഷം വില വരുന്ന ഡ്രഗ്സ് ആണ് ഇവരുടെ കാറിൽ നിന്ന് കണ്ടെടുത്തത്. പെൺകുട്ടികൾക്ക് ഇതിൽ പങ്കില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ ഒരു ചതിക്കുഴി അറിയാതെയാണ് പല പെൺകുട്ടികളും കൂടെ പോകുന്നത്. എന്നാലും അവരുടെ പാരന്റ്സ് വന്നിട്ട് നമുക്ക് അവർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികളുടെ സൗഹൃദങ്ങളും അവർ പോകുന്ന സ്ഥലങ്ങളും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. മിസ്റ്റർ രവിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഉണ്ട്, മനസ്സിലാവുന്നുണ്ട് സാർ. ഈ കേസിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. എങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ? ശരി സാർ, ശരി. ഓക്കെ, മതിയായോ? അവിടെ ഇവിടെയൊക്കെ തെണ്ടി നടക്കാത്തതിന്റെ വിഷമം മാറിയോ? ഇപ്പൊ പോലീസ് സ്റ്റേഷൻ്റെ അതിരുന്ന് തന്നെ പോയിരുന്നെങ്കിൽ